മാർക്കറ്റിൽ അൺസർട്ടനിറ്റി വരുമ്പോൾ, അതായത് മാർക്കറ്റ് ഫോൾ ആകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ക്രാഷോ കറക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. പൊതുവേ ഷോർട്ടിംഗ് എന്താണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇപ്പം ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുവിധം ഷോർട്ടിംഗ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ ആരും ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും വിചാരിച്ചിട്ടുള്ളത് ഈ ഷോർട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് റിസ്കി പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ സെല്ല് ചെയ്തു, അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഓക്കെ. പക്ഷേ ഇൻ കേസ് മുകളിലോട്ട് പോയാൽ ലോസ് അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്ന അതേ ഒരു റിസ്ക് ഇതിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇതിലുണ്ട്. ഈ തെറ്റിദ്ധാരണകളൊക്കെ വരാൻ കാരണം എങ്ങനെ ഷോർട്ട് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇതിൽ മാനേജ് ചെയ്യുന്നു, അതായത് ഷോർട്ടിങ് എങ്ങനെ, ആ ഒരു പ്രോസസ്സിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റോക്ക് താഴോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് അവിടെ പോയിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളൊരു പരിപാടി അല്ലത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റോക്ക് നിന്ന് താഴോട്ട് പോകുമോ എന്നുള്ളത് കൺഫേം ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവണ്ടേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷോർട്ടിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ വളരെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഷോർട്ടിങ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഷോർട്ടിങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. പക്ഷേ അത് ശരിയായ രീതിയിൽ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ ഒരു വീഡിയോയിൽ പല ടൈപ്പ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഷോർട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസാണ്. അതായത് നിങ്ങൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ സെല്ല് ചെയ്യുന്ന, അതായത് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള സ്ട്രാറ്റജീസ് മാത്രമാണിത്. ഒരിക്കലും ഈ സ്ട്രാറ്റജീസ് പോയിട്ട് നിങ്ങൾ ഇൻട്രാഡേയിൽ വർക്കൗട്ട് ചെയ്യരുത്. ഇൻട്രാഡേയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുമായിരിക്കും, പക്ഷേ ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അതിൽ പ്രോഫിറ്റബിൾ ആവാൻ ഒരു ലോങ് ടേമിൽ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ടിങ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണിത്. അപ്പം ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. അതായത് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇൻട്രാഡേ ചെയ്യരുത്. ഇനി ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഷോർട്ടിംഗ് എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരും. അതിനുശേഷം ഷോർട്ടിങ്ങിൽ നമ്മൾ എന്താ പറയുക, ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് റിസ്ക് നമ്മളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂളുകളാണ്. അതിനുശേഷം മൂന്നാമതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1-2 സ്ട്രാറ്റജീസാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് ഇന്ന് ഫോളോ ആവോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ 1-2 സ്ട്രാറ്റജീസ് ഞാൻ പറയുന്നത്. നാലാമതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ഏറ്റവും അവസാനം, വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഷോർട്ടിങ് എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഹോൾഡിങ്സിൽ കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ തൽക്കാലം സ്റ്റോക്കുകളല്ല ഉള്ളത്, ഗോൾഡ് ബീസിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ആണുള്ളത്. ഒരു 30 ക്വാണ്ടിറ്റി ഗോൾഡ് ബീസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞാൻ തൽക്കാലം ഇത് ഷോർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു ഹോൾഡിങ്സ്, ഇപ്പോൾ ഇതൊരു സ്റ്റോക്കാണെന്ന് വിചാരിക്കാം നിങ്ങൾ, ഓക്കെ. അപ്പം ഈ ഒരു ഹോൾഡിങ്സ് എന്ന് പറയും, ഇപ്പം എനിക്ക് തോന്നുകയാണ് ഇപ്പോൾ ഗോൾഡ് ബീസ് ഇന്ന് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അതായത് ഇന്നത്തെ ദിവസം ഇപ്പോൾ കറൻ്റ്ലി 52.79 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ഗോൾഡ് ബീസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 52 രൂപയിൽ നിന്ന് എനിക്ക് തോന്നുകയാണ് 52 രൂപയിൽ നിന്ന് ചിലപ്പോൾ ഒരു 51 ഒന്ന് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയെന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് അത് ചാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 52 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇനി ഇത് താഴോട്ട് പോയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് താഴോട്ട് പോയി ഒരു 52 എത്താൻ ചാൻസ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ 52 എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഹോൾഡിങ്സിന് എന്ത് സംഭവിക്കും? എത്ര പെർസെൻറ്റേജ് ആണോ താഴോട്ട് പോയത് അത്ര പെർസെൻറ്റേജ് ഡൗൺ എന്ന് കാണിക്കും, അല്ലേ? ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ 52 പോകാൻ വെച്ചാൽ 1.6% ലോസ് ഇവിടെ കാണിക്കും, ഈ ഹോൾഡിങ്സിൽ കാണിക്കും. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് 1.6% ലോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു 1.6% ലോസ് ഉള്ളത് അതെനിക്ക് പ്രോഫിറ്റ് ആക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതാണ് ഷോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് മോർണിംഗ് ആണ് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഇന്ന് എന്ത് ചെയ്യും? ഇത് സെല്ല് ചെയ്യും. എത്ര ക്വാണ്ടിറ്റി ആണോ എൻ്റെ കയ്യിലുള്ളത് അത്രയും ക്വാണ്ടിറ്റി ഞാൻ ഇൻട്രാഡേ എന്നുള്ള ഓപ്ഷനിലാണ് സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, ലോങ് ടേം ഉണ്ട്, ഇൻട്രാഡേ ഉണ്ട്. ലോങ് ടേമിലോ ഇൻട്രാഡേയിലോ ചെയ്യാം, ഒരു പ്രശ്നമല്ല. പക്ഷേ ഇൻട്രാഡേയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അഥവാ നമ്മൾ മറന്നു പോയാലും ഓട്ടോമാറ്റിക് അത് തിരിച്ച് കയറിക്കണം. അതായത് അതൊന്നും ഇപ്പോൾ നിങ്ങൾ തൽക്കാലം അന്വേഷിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഹോൾഡിങ്സിൽ നിന്ന് അത്രയും ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാം. ഇപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ആക്ച്വലി ഹോൾഡിങ്സിലൊന്നും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഹോൾഡിങ്സിൽ ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ക്വാണ്ടിറ്റി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ച് പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ -30 ക്വാണ്ടിറ്റി എന്ന് കാണിക്കും.
ഈ -30 ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന 30 ക്വാണ്ടിറ്റി ഗോൾഡ് പീസ് ഞാൻ സെല്ല് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഇത് സെല്ല് ചെയ്തു. ഇപ്പം ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്. -30 ക്വാണ്ടിറ്റി ഞാനിപ്പോൾ സെല്ല് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ ഗോൾഡ് പീസ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗോൾഡ് പീസ് മുകളിലോട്ട് താഴോട്ട് പോയെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ പോലെ താഴോട്ട് ഇങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിൽ എനിക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ 0.90 ലോസ് ആയിട്ടാണ് കാണിക്കുന്നത്. 0.90 റുപ്പീസ് ലോസ് ആണ് കാണിക്കുന്നത്. അതിന് കാരണം ഞാൻ സെൽ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട്. വളരെ ചെറിയൊരു പോയിന്റ് മുകളിൽ പോയി എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഞാൻ സെൽ ചെയ്ത പ്രൈസ് ഈ ആവറേജ് പ്രൈസ് 52.79 എന്നൊക്കെയാണ് കാണിക്കുന്നത്. എനിവേ അതിനേക്കാളും കൂടുതൽ മുകളിലോട്ട് പോയത് കൊണ്ടാണ് ചെറിയ ലോസ് കാണിക്കുന്നത്. അത് ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ വലിയ രീതിയിൽ ഡൗൺ സൈഡിലേക്കോ അപ്പ് സൈഡിലേക്കോ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പാനൽ കൂടും കുറയൊക്കെ ചെയ്യും. അപ്പം ഇതാണ് ഷോർട്ടിങ്. ഇവിടെ നമ്മളിപ്പോൾ ഷോർട്ടിങ് ചെയ്തു. ഇനി ഈ ഗോൾഡ് പീസ് നമ്മളിപ്പോൾ സെല്ലാണ് ചെയ്തിട്ടുള്ളത്. -30 എന്നാണ് കാണിക്കുന്നത്. -30 മീൻസ് നമ്മൾ സെല്ലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഗോൾഡ് പീസ് സെൽ ചെയ്തു. ഇനി താഴോട്ട് പോകുന്നതിനനുസരിച്ച് എത്ര പെർസെൻറ്റേജ് താഴോട്ട് പോയാൽ അത്ര പെർസെൻറ്റേജ് എനിക്ക് ഈ പൊസിഷനിൽ ഇവിടെ പ്രോഫിറ്റ് കാണിക്കും. ഇനി വൈകുന്നേരമായ എന്താ ചെയ്യുക? വൈകുന്നേരമായ ഒന്നും ചെയ്യേണ്ട. ഈ പൊസിഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് അത് എക്സിറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സിറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പൊസിഷനിൽ എനിക്ക് -90 കാണിച്ചു. അതായത് ഇപ്പോൾ എനിക്ക് കിട്ടിയത് -90, അതായത് -90 ലോസാണ് ഞാനിപ്പം ഈ ഒരു പൊസിഷനിൽ ബുക്ക് ചെയ്തത്. അതേസമയം ഹോൾഡിങ്സിലോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനിത് ബൈ ചെയ്തോ സെല്ല് ചെയ്തോ ഒന്നും ഹോൾഡിങ്സ് അറിഞ്ഞിട്ടില്ല. അത് അവിടെ തന്നെ ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. പക്ഷെ ഞാനിവിടെ പൊസിഷനിൽ എന്താ സംഭവിച്ചിരിക്കണേ? പൊസിഷനിൽ എനിക്ക് 0.90 ലോസിൽ ഞാൻ അത് എക്സിറ്റ് ചെയ്തു. ഇനി ഇതിന് പകരം ഇതിപ്പോൾ മുകളിലോട്ട് പോയതുകൊണ്ടാണ്, ഗോൾഡ് പീസ് മുകളിലോട്ട് പോയതുകൊണ്ടാണ് 0.90 ലോസ് എന്നുള്ള രീതി കാണിക്കുന്നത്. ഇനി ഇത് താഴോട്ടാണ് പോയിരുന്നുണ്ടെങ്കിൽ ഈ 0.90 ലോസ് ഉള്ളത് പ്ലസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 രൂപ 2 രൂപ 3 രൂപയ്ക്ക് പ്രോഫിറ്റിലേക്കൊക്കെ ആയിട്ടുണ്ടാവും താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട്. ഇങ്ങനെയാണ് ഷോർട്ടിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്യുക, എന്നിട്ട് ഈ വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ അത് തിരിച്ച് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം എന്തിനാണ് വൈകുന്നേരം ആകുമ്പോൾ തന്നെ തിരിച്ച് മേടിക്കുന്നത്. ഇനിയിപ്പോൾ നാളെയും ഡൗൺ ആണെങ്കിൽ ഇന്ന് തന്നെ അത് സെല്ല് ചെയ്ത് അവിടെ വെച്ചാൽ പോരെയും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ദിവസത്തിൽ കൂടുതൽ, അതായത് ഇന്ന് സെല്ല് ചെയ്തത് ഞാൻ പിന്നെ അത് തിരിച്ച് മേടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഹോൾഡിങ്സ് നിന്ന് ആ സ്റ്റോക്ക് പോകും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ആളുകൾക്കായിട്ട് അറിയണം. ആ ഹോൾഡിങ്സ് പോകാൻ പാടില്ല. അപ്പോൾ ഇൻട്രാഡേയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇന്ന് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് തിരിച്ച് മേടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അത് ഹോൾഡിങ്സിൽ ഉണ്ടാവില്ല. ഹോൾഡിങ്സിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്ത പോലെ ആവും. അങ്ങനെ ആവാതെ ഷോർട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് സെല്ല് ചെയ്താൽ ഇന്ന് തന്നെ ബൈ ചെയ്യണം. അപ്പം ഇതാണ് ഓവറോൾ ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടിംഗ് എങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ച് കേൾക്കുക. നമ്മൾ ഷോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ഇഷ്യൂ എന്താണ്? ഇതാണ് നമ്മുടെ ഇഷ്യൂ. ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഗോൾഡ് പീസ് സെല്ല് ചെയ്ത് കാണിച്ചു തന്നപ്പോൾ നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം ഗോൾഡ് പീസ് മുകളിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 0.90 റുപ്പീസ് ഇവിടെ നഷ്ടം വന്നിട്ടുണ്ട്. 0.90 റുപ്പീസ് നഷ്ടം. അപ്പം ഇത്തരത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ എന്നും ഇതുപോലെ ഇങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ സ്റ്റോക്ക് താഴോട്ട് പോകാതെ മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഡെയിലി. അപ്പം ഇങ്ങനെ നഷ്ടങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും റൂൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് മാക്സിമം റിസ്ക് കപ്പാസിറ്റി എന്നുള്ളതാണ്. ഇതെന്തിനാണ് മാക്സിമം റിസ്ക് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാക്സിമം റിസ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോക്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ റിലയൻസ് എന്നുള്ള സ്റ്റോക്കിൽ നിങ്ങളൊരു 10,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിലൊരു 10% സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഇതിലുള്ള മാക്സിമം റിസ്ക് എത്രയാണ്? 10,000 രൂപയുടെ 10% എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയാണ് ഈ ഒരു ട്രേഡിൽ നമ്മുടെ മാക്സിമം റിസ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് റിസ്ക് കപ്പാസിറ്റി. ഇനി എന്തിനാണ് ഷോർട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഓക്കെ ഇപ്പം നമ്മൾ 2 ദിവസം മുൻപ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന സ്റ്റോക്ക്. ഓക്കെ, ഇപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറയുന്ന സ്റ്റോക്ക് ഇന്നലെ നമുക്ക് ഒരു റെഡ് ക്യാൻഡിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്നലെ ഒരു സെല്ലിംഗ് ആണ് ആ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നിന്നാണ് ബൈ ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ സ്റ്റോക്ക് പിറ്റേ ദിവസം നല്ല സെല്ലിംഗ് വന്നു. നല്ല സെല്ലിംഗ് വന്നപ്പോൾ നമ്മൾ ഓക്കെ ഇന്നലെ ഭയങ്കര നെഗറ്റീവായിരുന്നു. ഇന്നലെ നെഗറ്റീവായി, എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ ഇന്നലത്തെ നെഗറ്റീവ് കഴിഞ്ഞ ശേഷം ഇന്ന് ഈ യാഥാർത്ഥ്യം ഓപ്പൺ ചെയ്തു. യാഥാർത്ഥ്യം ഓപ്പൺ ചെയ്തപ്പോൾ ഇന്ന് ഓവറോൾ മാർക്കറ്റ് ആക്ച്വലി ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അല്ലേ?
മൊത്തത്തിൽ മിഡ് ക്യാപ്പിലൊക്കെ സെല്ലിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ യാദർത്തും ഇതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ഈ ഞാൻ ഒന്നുകൂടെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം, 5 മിനിറ്റ്സിലേക്ക് മാറ്റാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇന്ന് ഈ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് ഓൾമോസ്റ്റ് എവിടെയാണ്? ഇവിടെ ഈ 13-ാം തീയതി ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഇന്നിവിടെ ഓപ്പൺ ചെയ്ത് ഇന്ന് മോർണിംഗിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മോർണിംഗിൽ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു ഓവറോൾ മാർക്കറ്റിൽ. അങ്ങനെ നെഗറ്റീവാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ യാദർത്ത് എന്ന് പറയുന്ന സ്റ്റോക്ക് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക, ഇവിടെ ഷോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നുണ്ടാവുക? നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ സ്റ്റോക്ക്. പക്ഷെ അത് താഴോട്ട് പോകാതെ മുകളിലോട്ടാണ് പോയത് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആക്ച്വലി എന്താ സംഭവിക്കുക? യാഥാർത്ഥ്യത്തിൽ ഓൾമോസ്റ്റ് 9%, ഓൾമോസ്റ്റ് 10%-ൻ്റെ അടുത്ത് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഈ സ്റ്റോക്ക് ഈ പറഞ്ഞ പോലെ താഴോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമ്മൾ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 6% ഈ ഒരു സ്റ്റോക്കിൽ ലോസ് സംഭവിച്ചേനെ ഷോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യണം റിസ്ക് എന്ന് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ ഈ യാദർത്ത് എന്ന് പറയുന്ന സ്റ്റോക്ക്, ഇൻ കേസ് യാദർത്ത് എന്ന് പറയുന്ന സ്റ്റോക്കിൽ നമ്മൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ നമ്മൾ ഷോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് താഴോട്ട് പോയിട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, 1000 രൂപയെ നമ്മൾ അതിൽ ലോസ് എടുക്കാൻ പാടുള്ളൂ. 1000 ഉറുപ്പ്യ ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഇന്ന് നമ്മൾ ഷോർട്ട് ചെയ്തു. ഓക്കെ, ഇന്ന് നമ്മൾ ഷോർട്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് മുകളിലോട്ട് പോയപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എത്ര പെർസെൻറ്റേജ് ലോസ് വന്നു? ഓൾമോസ്റ്റ് നമുക്ക് 6%-ൻ്റെ അടുത്ത് ഇതിൽ ലോസ് വന്നു. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 600 രൂപ ഓൾറെഡി നമുക്കിവിടെ ലോസ് വന്നിട്ടുണ്ട് അല്ലേ? 600 രൂപ നമ്മളിവിടെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ. അപ്പോൾ നമ്മുടെ മാക്സിമം റിസ്ക് കപ്പാസിറ്റി എത്ര? 1000 രൂപ. അപ്പോൾ 1000 രൂപയിൽ 600 രൂപ ഓൾറെഡി നമുക്ക് ലോസ് ആയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേജിൽ ഇനി നമുക്ക് 400 രൂപ ഈ ഒരു സ്റ്റോക്കിൽ റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഈ സ്റ്റോക്ക് നാളെ ഒരു 4% ഡൗൺ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ നമ്മൾ ഇതേപോലെ തന്നെ ഈ സ്റ്റോക്ക് താഴോട്ട് പോകുമെന്ന് വിചാരിച്ച് സെല് ചെയ്തതിന് ശേഷം ഇത് താഴോട്ട് പോവാതെ വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഒരു 4% കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് നിങ്ങൾ ഇപ്പോൾ 200 രൂപയാണെന്നുണ്ടെങ്കിൽ 200 രൂപ നിങ്ങൾ ലോസ് വന്നു നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം രണ്ടാമത്തെ ദിവസം ഷോർട്ട് ചെയ്തു അപ്പോഴും ഒരു 200 രൂപ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതെന്തിനാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്? നമ്മുടെ മാക്സിമം ലോസ് 1000 രൂപ ആണ്. ഈ 1000 രൂപയേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോസ് വരാൻ പാടില്ല. അപ്പം നമ്മൾ ഷോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യം 200 ലോസ് വന്ന് 400 രൂപ ഓൾറെഡി ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10% ആണ് ലോസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിലും 6% പിന്നീട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടുള്ളൂ. അതായത് 400 രൂപ നമ്മൾ ഷോർട്ട് ചെയ്തപ്പോൾ ഓൾറെഡി 400 രൂപ ലോസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 600 രൂപ ലോസും കൂടെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഷോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോക്ക് എങ്ങാനും താഴോട്ട് പോയി ഒരു 600 രൂപ ലോസ് ആയി കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നമ്മൾ പിന്നീട് ഷോർട്ട് ചെയ്ത് ഓൾറെഡി 400 രൂപ ലോസിലുണ്ട്. ഇൻ കേസ് ഈ സ്റ്റോക്ക് ഇനി ഒരു 6% ഡൗൺ ആയി, അതായത് ഒരു 600 റുപ്പീസ് ലോസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ എക്സിറ്റ് ചെയ്യണം. അതല്ലാതെ സ്റ്റോപ്പ് ലോസ് 10% ആണ് വെച്ചതെന്ന് വിചാരിച്ചിട്ട് അതുവരെ വെയിറ്റ് ചെയ്യരുത് നമ്മൾ ഷോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം എന്താ, ഷോർട്ട് ചെയ്ത് ഓൾറെഡി 400 രൂപ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും താഴോട്ട് പോയി 10% വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% ആയി കഴിഞ്ഞാൽ 1000 രൂപയും നഷ്ടം വന്നു, അതിൻ്റെ കൂടെ ഷോർട്ട് ചെയ്തപ്പോൾ 400 രൂപയും നഷ്ടം വന്നു. അങ്ങനെ 1400 രൂപ നമുക്ക് ലോസ് വരും. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ടോട്ടൽ റിസ്ക് എത്രയാണോ അത്ര മാത്രമേ നിങ്ങൾ ആ സ്റ്റോക്കിൽ നഷ്ടപ്പെടുത്താൻ പാടുള്ളൂ. ഷോർട്ടിങ്ങും നിങ്ങൾക്ക് ചെയ്യാം, അതല്ലാതെ ജസ്റ്റ് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുന്ന ലോസ് പ്ലസ് ഷോർട്ട്, അതായത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുന്ന ലോസ് പ്ലസ് ഷോർട്ട് ചെയ്യുന്ന ലോസ് ഈസ് ഈക്വൽ ടു മാക്സിമം റിസ്ക് കപ്പാസിറ്റി. ഓക്കെ,
അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ആ സ്റ്റോക്കിൽ എത്രയാണ് ഞാൻ മാക്സിമം ലോസ് എത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് ആ ലോസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഷോർട്ട് ടൈം ചെയ്യരുത്, എക്സിറ്റ് ചെയ്ത് പോവാം. ഇതാണ് ഫസ്റ്റ് റൂൾ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റൂൾ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ പിന്നീട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ റൂളാണ് ഷോർട്ട് ആഫ്റ്റർ 50% സ്റ്റോപ്പ് ലോസ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു സ്റ്റോക്ക് ഷോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്കിൽ 50% സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം യാഥാർത്ഥ്യം എന്ന് പറയുന്ന സ്റ്റോക്ക് ബൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് ഓൾമോസ്റ്റ് എത്രയാണ്? ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 10% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ സ്റ്റോക്ക് ഇന്നോ നാളെ ഒന്നും നിങ്ങൾ ഷോർട്ട് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോക്ക് ഷോർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് 5% ഡൗൺ ആയതിനു ശേഷമായിരിക്കണം. അതായത് ഇവിടുന്ന് 5% ഈ സ്റ്റോക്ക് ഡൗൺ ആയതിനു ശേഷം നിങ്ങൾ ഷോർട്ടിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കാനേ പാടുള്ളൂ. ഓക്കെ, അതായത് യാഥാർത്ഥ്യം നിങ്ങൾ ഇന്ന് ബൈ ചെയ്തിട്ട് നാളെ അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഷോർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ഇന്ന് ബൈ ചെയ്തു, നാളെ ജസ്റ്റ് ഡൗൺ ആയി, ഒരു 1% ഡൗൺ ആയി, 2% ഡൗൺ ആയി, 3% ഡൗൺ ആയി, അതുവരെ അപ്പോഴൊന്നും നിങ്ങൾ ഷോർട്ട് ഒരിക്കലും ചെയ്യരുത്. എപ്പോഴാണോ ഈ സ്റ്റോക്ക് 5%-ൻ്റെയും താഴോട്ട് പോകുന്നത് അപ്പം മാത്രമേ ഷോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് കാരണം എന്താണ്? നമ്മൾ യാഥാർത്ഥ്യം എന്ന് പറയുന്ന സ്റ്റോക്ക് ആക്ച്വലി ബുള്ളിഷ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് എന്ന് വിചാരിച്ചിട്ടാണ് ബൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഒരിക്കലും നമ്മൾ ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കാണ് വിചാരിച്ച് നമ്മൾ ബൈ ചെയ്തു, പിറ്റേ ദിവസത്തെ മുകളിലോട്ടും പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അത്ര ഷോർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കാണെന്ന് വിചാരിച്ച് മേടിച്ച സ്റ്റോക്കാണ് യാഥാർത്ഥ്യത്തിൽ നമ്മൾ 10% സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിട്ടുള്ളത്. ഈ 10% വരെ ഈ സ്റ്റോക്ക് പോയാലും പിന്നീട് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ടാണ് നമ്മൾ 10% സ്റ്റോപ്പ് ലോസ് വെച്ചത്. അപ്പം അത്തരത്തിൽ 10% വരെ ഈ സ്റ്റോക്കിൽ എപ്പോൾ വേണമെങ്കിലും ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ കരുതിയിട്ടുള്ള സ്റ്റോപ്പ് ലോസിൻ്റെ 50%-ൻ്റെ താഴോട്ടെങ്കിലും പോകാതെ ഇതിൽ ഷോർട്ടിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കരുത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ റൂള്. ഫസ്റ്റ് റൂള് മാക്സിമം റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അത് മാത്രമേ ടോട്ടൽ ലോസ് വരാൻ പാടുള്ളൂ ആ സ്റ്റോക്കിൽ. രണ്ടാമത്തെ റൂള് സ്റ്റോപ്പ് ലോസിൻ്റെ 50%-എങ്കിലും എത്തിയതിന് ശേഷം മാത്രമേ ആ സ്റ്റോക്കിൽ ഷോർട്ടിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ റൂള് ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കിൽ മാത്രമേ ഷോർട്ടിങ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ? ബയേഴ്സും സെല്ലേഴ്സും നല്ല രീതിയിലുള്ള സ്റ്റോക്കുകൾ, അപ്പർ സർക്യൂട്ടോ ലോവർ സർക്യൂട്ടോ ഒക്കെ അടിക്കുന്ന സ്റ്റോക്കുകളിലൊന്നും ഈ ഷോർട്ടിങ് ചെയ്യരുത്. അത് കാരണം എന്താ? നമ്മൾ ഇൻ കേസ് ഇന്ന് ഇൻട്രാഡേയിൽ നമുക്ക് സെല്ലും ബൈ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോവർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IREDA എന്ന് പറയുന്ന സ്റ്റോക്കിൽ ലോവർ സർക്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങളിപ്പോൾ ഇന്ന് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കാം. ഇന്ന് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് നമ്മൾ ബൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഹോൾഡിങ്സിൽ നിന്ന് പോകും ആ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് സെൽ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേന് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി വേണം. ലിക്വിഡിറ്റി മീൻസ് ബയേഴ്സും സെല്ലേഴ്സൊക്കെ വേണം. അപ്പോൾ IREDA കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ IREDA നമ്മളിതിൻ്റെ അതിൻ്റെ മാർക്കറ്റ് ഡെപ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, ഇതിൽ ബയേഴ്സ് ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കിൽ നമ്മൾ ഇൻട്രാഡേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഷോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് സെൽ ചെയ്തു, പക്ഷേ ബൈ ചെയ്യാൻ പിന്നെ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ ബൈ ചെയ്തു അല്ലെങ്കിൽ സെൽ ചെയ്യാൻ കഴിയണമെന്നില്ല. അങ്ങനെ നമ്മൾ ലിക്വിഡിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകൾ എടുക്കരുത് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ റോള്. ലിക്വിഡിറ്റി ഇല്ലാത്ത സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ചിലപ്പോൾ സെൽ ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിൽ നമുക്ക് പിന്നെ തിരിച്ച് ബൈ ചെയ്യാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നല്ല വോളിയം ഉള്ള സ്റ്റോക്കുകൾ മാത്രമേ ഈ ഷോർട്ടിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മൂന്നാമത്തെ റൂള്. ഇനി നാലാമത്തെ റൂള്, ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം നമുക്ക്. അപ്പം സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. അതായത് യെസ്റ്റർഡേസ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് യെസ്റ്റർഡേസ് ലോ എന്ന് പറയുന്നത്? ഇപ്പം APL ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണിത്. ഈ സ്റ്റോക്കിൻ്റെ യെസ്റ്റർഡേസ് ലോ എത്രയായിരുന്നു? ഇതാണ് ഇന്നത്തെ ക്യാൻഡിൽ, ഏറ്റവും അവസാനം ക്രിയേറ്റ് ചെയ്തതിൽ ഇന്നത്തെ ക്യാൻഡിൽ. ഇന്നലത്തെ ക്യാൻഡിൽ ഏതാ? ഇന്നലത്തെ ക്യാൻഡിൽ ഇതാണ്. ഇന്നലത്തെ ക്യാൻഡിൽ
ഇത് ഈ ക്യാൻഡിലാണ്. അപ്പം യെസ്റ്റർഡേസ് ലോ, അതായത് ഇന്നലത്തെ ലോ എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഏറ്റവും ലോവർ പ്രൈസ് അത് എത്രയാണ്? ലോവർ പ്രൈസ് ഓൾമോസ്റ്റ് 942 എന്നുള്ള പ്രൈസ് റേഞ്ച്, 940 എന്നുള്ളൊരു പ്രൈസ് റേഞ്ച് വരും ഇന്നലത്തെ ലോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്നലത്തെ ലോൻ്റെ താഴോട്ട് സ്റ്റോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇന്ന് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്നലത്തെ ലോയുടെ അടുത്തെത്തിയപ്പോഴേക്ക് ആ സ്റ്റോക്ക് റിവേഴ്സ് ചെയ്തു. ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇവിടെയാണ് വരുന്നത് അല്ലേ, ഈ ഒരു പോയിന്റിലാണ് ഇന്നലത്തെ ലോ വരുന്നത്. അപ്പം ഇന്ന് ഈ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇന്നലത്തെ ലോയുടെ അവിടെ എത്തിയപ്പോഴേക്കും അത് റിവേഴ്സ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഇന്ന് ഷോർട്ട് ചെയ്യണ്ട, കാരണം ഇന്നലത്തെ ലോൻ്റെ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് പകരം ഈ സ്റ്റോക്ക് താഴോട്ട് വന്ന് ഇന്നലത്തെ ലോവും ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 940 ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുക ഇന്നലത്തെ ഏറ്റവും ലോവർ പ്രൈസിൻ്റെ ഈ താഴോട്ട് ഈ സ്റ്റോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നും നല്ല ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. അപ്പോൾ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യും, ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി അത്തരത്തിലുള്ള ഷോർട്ടിങ് സ്ട്രാറ്റജീസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് 4ാമത്തെ പോയിന്റ്, ഒരു സ്ട്രാറ്റജി വേണം എന്നുള്ളത്. അതായത് വെറുതെ പോയിട്ട് ഷോർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെ ഇന്ന് ഡൗൺ ആവുമെന്ന് വിചാരിച്ചിട്ട് നേരെ പോയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റോ എല്ലാം ഡൗൺ ആണെന്ന് വിചാരിച്ചിട്ടൊന്നും ഷോർട്ട് ചെയ്യരുത്. ആ സ്റ്റോക്കിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഷോർട്ട് ചെയ്യേണ്ടത്. അതാണ് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് ഓവർ ട്രേഡ് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ഓവർ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഷോർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പം APL എന്ന് പറയുന്ന സ്റ്റോക്ക് ഇവിടെയാണ് ലോ വരുന്നത്, ആ ലോ ഒന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് 942 എന്നുള്ള പ്രൈസ് റേഞ്ചിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ സെല്ല് ചെയ്തു ഈ സ്റ്റോക്ക്. ഈ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റോക്ക് എങ്ങനെ മൂവ് ചെയ്താലും ഞാനൊന്നും ചെയ്യാതെ നിൽക്കില്ല, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് എന്ത് ചെയ്താലും ഒന്നും ചെയ്യാതെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യില്ല. ഇവിടെ ഞാൻ സെല്ല് ചെയ്യുമ്പോൾ എനിക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അതൊന്നുകിൽ ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ് ആയിരിക്കും, ഈ ഓപ്പൺ ചെയ്ത പ്രൈസിൻ്റെ മുകളിലോ ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസിൻ്റെ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്യും. അതായത് ഈ ഷോർട്ട് പൊസിഷൻ്റെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പം ഇത് സെല്ല് ചെയ്തപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സ്വിങ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ സ്ട്രാറ്റജിയിൽ വരുന്ന കാര്യമാണ്. എന്താണെങ്കിലും ഇവിടെ എനിക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും ഈ ഒരു ഷോർട്ട് പൊസിഷന്. മാക്സിമം ഒരു 1% അല്ലെങ്കിൽ 2% ഒക്കെയാണ് ഞാൻ സാധാരണ സ്റ്റോപ്പ് ലോസ് വെക്കാറ്. അപ്പം ആ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റോക്കിൽ അന്ന് തന്നെ ട്രേഡ് എടുക്കാൻ പാടില്ല. അതാണ് ഓവർ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ താഴെ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രോഫിറ്റ് ആക്കിയിട്ട് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നമ്മൾ സെൽ ചെയ്തതിന് ശേഷം താഴോട്ട് വരാതെ അത് റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് തന്നെ പോകുകയെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ രണ്ടെങ്കിലും ഏതെങ്കിലും ഒരു എക്സിറ്റിങ് നടന്നു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആ സ്റ്റോക്കിൽ പോയിട്ട് വീണ്ടും ഷോർട്ട് ചെയ്യരുത്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റോക്കിൽ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അതാണ് ഡോണ്ട് ഓവർ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റോക്കിൽ ആദ്യം രാവിലെ ഒന്ന് സെല്ല് ചെയ്തു, ഉച്ചയായപ്പോൾ അത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്തു, അതിനുശേഷം ഉച്ച കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വീണ്ടും സെല്ല് ചെയ്തു, പിന്നെ ബുക്ക്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. രാവിലെ ഒരു സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് സ്റ്റോപ്പ് ലോസ് അടിക്കും, അല്ലെങ്കിൽ ടാർഗറ്റിലേക്ക് വരും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുക, അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുക, പിന്നെ അന്ന് ട്രേഡ് ഇല്ല. പിന്നെ രണ്ടാമത്തെ ദിവസം നാളെ വീണ്ടും ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ലോ നാളെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വീണ്ടും ട്രേഡ് എടുക്കാം. അതല്ലാതെ അന്നത്തെ ദിവസം തന്നെ വീണ്ടും ട്രേഡ് എടുക്കാൻ പാടില്ല. അതാണ് ഡോണ്ട് ഓവർ ട്രേഡ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി കീപ്പ് സ്റ്റോപ്പ് ലോസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഷോർട്ട് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ, ചിലപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നലത്തെ ലോ ഇവിടെയാണ്, ആ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളൊരു സെല്ല് ഇവിടെ ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ സെല്ല് ചെയ്ത് പിന്നെ സ്റ്റോക്ക് പിന്നീട് അങ്ങനെ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യണം. ഒരു 5% പോയി 10%, 20% ഒക്കെ ചിലപ്പം അപ്പ് സർക്യൂട്ടിലേക്കൊക്കെ പോകും. അപ്പം അങ്ങനെ പോകുന്നത് വരെ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. നമ്മളിവിടെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 1%ഓ അല്ലെങ്കിൽ 2% ഒക്കെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അതായത് നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൽ ഷോർട്ട് ചെയ്തിട്ട്
ആ സ്റ്റോക്ക് ഇൻ കേസ് അത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം നമ്മൾ ആദ്യം ബൈ ചെയ്തപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇത് മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ച്. ആ പ്ലാനിങ് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പ്ലാനിങ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഷോർട്ട് ഹോൾഡ് ചെയ്യരുത്. കാരണം ഈ സ്റ്റോക്ക് ഓൾറെഡി ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മളിത് ബൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ചിലപ്പോൾ അത് വൻ മുകളിലോട്ട് ചിലപ്പോൾ പോകും, വൻ രീതിയിലുള്ള റിവേഴ്സൽ നടത്തും. അപ്പോൾ നമുക്ക് ഷോർട്ടിങ്ങിൽ ലോസ് വരും. പക്ഷേ അതേസമയം നമ്മുടെ ഹോൾഡിങ്സിൽ നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. അതൊക്കെ ശരി തന്നെ. പക്ഷേ ആ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഷോർട്ടിങ് ചെയ്തിട്ട് ലോസ് ഓൾറെഡി വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്ടിങ് ചെയ്തതിൻ്റെ പൊസിഷനിൽ ലോസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹോൾഡിങ്സിൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഹോൾഡ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കണം. സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അപ്സൈഡ് ഉണ്ടെങ്കിൽ ആ അപ്സൈഡിൽ വീണ്ടും നമുക്ക് പ്രോഫിറ്റിലേക്ക് തന്നെ വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും റൂൾസാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഷോർട്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് റിസ്ക് മാനേജ് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഇനിയും ആഡ് ചെയ്യാനുണ്ട്. സ്ട്രാറ്റജീസ് ഇനിയും ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ താഴെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും സ്ട്രാറ്റജീസ് വേണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ച് വീണ്ടും വീഡിയോസ് ചെയ്യാം. ഇതിപ്പോൾ വലിയൊരു വീഡിയോ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും അത് കമൻറ്റ് വഴി അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അധികം വീഡിയോസ് ഒന്നും ഷോർട്ടിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അധികം ആരും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ്. ജസ്റ്റ് ഷോർട്ടിങ് എന്താണെന്നുള്ളത് പറയുന്നല്ലാതെ എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷോർട്ടിങ് ചെയ്തിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പുതിയ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ള ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഈ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ട് ഡെലിവറിയിൽ ബൈ ചെയ്തിട്ട് അവിടെ വെക്കും, എന്നിട്ട് സ്റ്റോപ്പ് ലോസും വെക്കും. ഇതാണ് ആക്ച്വലി സംഭവിക്കാറ്. പക്ഷേ അതിന് പകരം ഇന്ന് നമ്മൾ ബൈ ചെയ്തു, ഹോൾഡിങ്സിൽ സാധനം ഉണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു ഡൗൺ സൈഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് എത്രയോ നല്ലതാണ്. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോസ് കുറയാനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ പ്രോഫിറ്റ് കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. വളരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്ഫുൾ ആക്കും. ഇനി അതൊന്നുമല്ല, ഇൻ കേസ് നിങ്ങൾ ഷോർട്ട് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് അപ്പ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കാണ് ആ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഹ്യൂജ് ആയിട്ടുള്ള അപ്സൈഡിലേക്ക് പോവുകയാണ്. അതായത് എന്താ, നമ്മുടെ ഹോൾഡിങ്സിൽ ഉള്ള സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് അത് ലോസ് വന്നാലും അതൊരു ബുള്ളിഷ് സൈനാണ് ആക്ച്വലി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കത് പ്രോഫിറ്റിലേക്ക് എത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ഷോർട്ടിങ്ങിന് ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് ഇൻട്രാഡേ ആയിട്ട് മാറ്റരുത്. സ്വിങ്ങിൽ തന്നെ മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് മാത്രം സെല്ല് ചെയ്യുക. അതുപോലെ തന്നെ ഓവറായിട്ട് ട്രേഡ് ചെയ്യരുത്. ഓവറായിട്ട് ബൈയും സെല്ലും ചെയ്തിട്ട് ഉള്ള ബ്രോക്കറേജും കൊടുത്ത് ഉള്ള പൈസയും തീരുമാനമാക്കരുത്. അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇതൊന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോസ് വന്നിട്ട് കുറേ ട്രേഡും അതൊക്കെ ചെയ്ത് ബ്രോക്കറേജും കളഞ്ഞ് എല്ലാം കൂടെ നിങ്ങൾക്ക് നഷ്ടത്തിലേക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനിയും കൂടുതൽ റൂൾസ് ഉണ്ടാവും, അത് ഞാൻ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അത്യാവശ്യം വലിയ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി പറയുന്നില്ല. സോ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.